ആർട്ടില്, ചിത്രകലയിൽ നിങ്ങൾ ഒരിക്കൽ കണ്ടിരുന്ന വലിയ വലിയ സ്വപ്നങ്ങൾ, നല്ല ചിത്രങ്ങൾ വരയ്ക്കണം, നല്ല ആർട്ടിസ്റ്റ് ആവണം എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ട വലിയ വലിയ സ്വപ്നങ്ങൾ ഇപ്പോഴും മൂടി വെച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കഥ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നല്ലൊരു ആർട്ടിസ്റ്റായി മാറാനുള്ള നിങ്ങളുടെ സ്വപ്നം ഉണ്ടല്ലോ, അത് വലിയൊരു ബ്ലാങ്ക് ക്യാൻവാസ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു സൈഡിൽ നിങ്ങൾ പേടിച്ച് ഒരു മൂലയ്ക്ക് ഇരുന്ന് ഓരോ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് അതിന്റെ സെന്ററിലോട്ട് കടന്ന് നല്ല ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. കാരണം ആ ബ്ലാങ്ക് ക്യാൻവാസിന്റെ സെന്ററിലോട്ട് കടന്ന് നിങ്ങളുടെ ചിത്രം വരയ്ക്കാനുള്ള നിങ്ങളുടെ പേടി അല്ലെങ്കിൽ നിങ്ങളുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ലിമിറ്റേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീന്തൽ പഠിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനായിട്ട്, നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സും ശരീരവും ആർട്ടിലോട്ട് അർപ്പിച്ച് അതിലോട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇറങ്ങേണ്ടി വരും. പക്ഷെ സത്യം ഇതാണ്, ഒരുപാട് ബിഗിനർ ആർട്ടിസ്റ്റുകൾ അവരെ തന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഇത്രയും നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുമോ? യു ആർ പ്ലേയിങ് ഇറ്റ് സേഫ്. നിങ്ങളൊരു സേഫ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവർ സേഫ് സോൺ നോക്കാതെ അവർ ഒരുപാട് കാര്യങ്ങൾ ആർട്ടിൽ പഠിച്ച് അവരതിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ സ്വപ്നമാകുന്ന വലിയൊരു ബ്ലാങ്ക് ക്യാൻവാസ് ഉണ്ടല്ലോ, അതിന്റെ നടുക്ക് നിന്ന് അവർ ആഗ്രഹിക്കുന്ന ചിത്രം ആർട്ട് ഫീൽഡിൽ വരച്ചിട്ടവരാണ്. സോ നിങ്ങൾക്കും അത്തരത്തില് നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഡ്രീംസ് നിങ്ങൾ ആർട്ടിൽ ചേസ് ചെയ്യുക.